ഹലോ, ഞാൻ ഷെഹിൻഷാ സർഷ. ഞാൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദാവുഷു സോഡിന്റെ ചില ബേസിക് മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. ട്യൂട്ടോറിയലിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് സോഡിന്റെ ബേസിക് സ്പിന്നിങ്സ് ആണ്. ഫസ്റ്റ് സ്പിന്ന് ഇൻസൈഡ് ഫ്ലവർ ഓർ ഇൻസൈഡ് റൊട്ടേഷൻ. കൈ ഏകദേശം ഈ ഒരു റേഞ്ചിൽ കൈ കീപ്പ് ചെയ്യുക. പിന്നെ റൊട്ടേഷൻ എന്നാണ് ഇൻസൈഡ് സോഡിനെ ഉള്ളോട്ട് കറക്കുക. 1 then and 2 and 3. എപ്പോഴും ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോൾഡർ പെയിൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക. 1 and 2. സോഡ് എപ്പോഴും ക്യാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്തിട്ട് വേണം സോഡ് കീപ്പ് ചെയ്യാൻ. എന്നാൽ തന്നെ നമുക്ക് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേഷൻ നടന്നിട്ടും. ഇനി സോഡ് ഇല്ലാതെ നമുക്ക് നോക്കാം. ഇൻസൈഡ് റൊട്ടേഷൻ 1 2 and 3 with sword. 1 and slowly 2 then slowly 3. ഓക്കെ, എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ സ്വോർഡിലേക്ക് നമ്മൾ ഫേസിങ് കൊടുക്കുകയും ചെയ്യാം. ഈ ഇൻസൈഡ് ഫ്ലവറിന്റെ നമുക്ക് സ്പീഡ് റൊട്ടേഷനും കൂടി ഒന്ന് കണ്ടോ. 1 2 3 4 5. ഈ ഒരു ആംഗിളിൽ ഫ്രീ ആക്കുമ്പോഴാണ് ഇതിന്റെ റൊട്ടേഷനും കൂടി നമുക്ക് സ്വോർഡിന്റെ സ്പീഡായിട്ട് കിട്ടുന്നത്. സ്മൂത്ത് ആക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് പോവാം. അടുത്തതായിട്ട് ഔട്ട്സൈഡ് ഫ്ലവർ അഥവാ ഔട്ട്സൈഡ് റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ ഔട്ട്സൈഡിലൂടെ സോഡിനെ റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 then 4. എപ്പോഴും സോഡ് എടുക്കുമ്പോൾ നമ്മളെ ബോഡി ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന പോലെ സ്പീഡാക്കാം. 1 2 3 4 5 6 7 8. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാൽ തന്നെ ഇത് ചെയ്യുമ്പോൾ റൊട്ടേഷനിൽ നമ്മുടെ ഹാൻഡ്സ് ഫിംഗേഴ്സ് എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടാവും. ബാക്കോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. ഫ്രണ്ടിലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റൊട്ടേഷനിലാണ് വരുന്നുണ്ടാവുക. ഇനി അടുത്തതായിട്ട് സ്പിന്നിങ് കോമ്പിനേഷൻ ആണ്. നേരത്തെ ചെയ്ത ഇൻസൈഡ് ഫ്ലവറും ഔട്ട്സൈഡ് ഫ്ലവറും കൂടി രണ്ടേയും കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഫിംഗർ 8 1 and 2. ഇത് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 8 എന്ന ഫിംഗറിലേക്കാണ് എത്തുക. അപ്പോൾ ആ ഒരു മെയിൻറ്റെയിൻ തന്നെ ചെയ്യാം. 1 2 1 and 2. ഓക്കെ, 1 2 1 and 2 1 and 2 1 and 2 then speed 1 2 3 4 5 6 7 8 9 10 1 2 and stop. ഇനി അടുത്ത സ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റാപ്പിംഗ് ആണ്. റാപ്പിംഗ് 1 2 ഫിഗർ 8 then അത് ബാക്കോട്ട് 1 and 2 ഫിഗർ 8 കവർ then സോഡ് ബാക്കിലോട്ട് കൊണ്ടുപോകും then cutting. okay, again 1 figure 8 complete then backward cutting then speed. okay, ഇനി അതിന്റെ ബാക്ക്വേർഡ് പൊസിഷൻ നോക്കാം. റെഡി, ഫിഗർ 8 കംപ്ലീറ്റ് then ബോഡി ടച്ച് ചെയ്തുകൊണ്ട് പോവാ then cutting. again 1 figure 8 complete then backward then cutting then speed 1 cutting. again 1 and 2 1 2 3 and stop. ഇത് നമുക്കുള്ള സ്പിന്നിങ് ഒരു സൈഡ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തിട്ട് അതിനെ ഫിനിഷ് ചെയ്യാം. റെഡി, ഫിഗർ 8 കംപ്ലീറ്റ് വൺ സൈഡ് then wrapping then 1 and 2 come same position. speed ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വോർഡിലേക്ക് തന്നെ ശ്രദ്ധ പോട്ടെ കേട്ടോ.
ഇപ്പോൾ ചെയ്ത സ്പിന്നിങ്സ് ഒക്കെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സോഡ് ഇല്ലാത്തവർക്ക് സാധാരണ സ്റ്റിക്കോ അതോ PVC പൈപ്പോ യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.